everyone. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 റിലീസായ റെയിൻ കിസ്ഡ് ഫേറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ബൂയാനെയാണ്. അവളിപ്പോ ഒരു ബോക്സിംഗ് മാച്ച് നടക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള നമ്മുടെ കഥാനായകനായിട്ടുള്ള യൂച്ചനെ നോക്കി മൈൻഡ് വോയിസിൽ ഇവനാണ് ഹി യൂച്ചൻ. 6 വർഷം മുന്നേ പ്രോ ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു. പക്ഷെ ഇവൻ ഇല്ലീഗൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്താണ് അന്ന് വിൻ ചെയ്തത് എന്ന് പറഞ്ഞ് എല്ലാ ബോക്സിംഗ് കോമ്പറ്റീഷനിൽ നിന്നും ഇവനെ ബാൻ ചെയ്തേക്കാണ്. ഇപ്പൊ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ഇതുപോലുള്ള അണ്ടർഗ്രൗണ്ട് മാച്ചിങ്ങിൽ പങ്കെടുത്ത് ജീവിക്കുന്നു. അതായത് ഇവനെ ബാൻ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ ഇവന് ലീഗൽ ആയിട്ടുള്ള കോമ്പറ്റീഷനിലൊന്നും തന്നെ പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പോ അതൊക്കെ ഇങ്ങനെ ഇവള് പറഞ്ഞിട്ട് ഇവൾ ആ പ്രോഗ്രാം നടത്തുന്ന ആളോട് ഞാൻ ഇവന്റെ പേരിലാണ് ബെറ്റ് വെക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ ഇയാളും ശരി മാഡം, നിങ്ങൾ മുകളിൽ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാം എന്ന് പറയുമ്പോൾ ഇവള് മുകളിലോട്ട് പോകുന്നു. അവള് ബെറ്റ് വെച്ചതുപോലെ തന്നെ നമ്മുടെ യൂഷൻ തന്നെയാണ് ആ ഒരു മാച്ചിൽ വിജയിക്കുന്നത്. അങ്ങനെ അതിനുശേഷം അവൻ ഇവരോട് വന്ന് എന്റെ പൈസ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇയാള് മുകളിലുള്ള മാഡമാണ് നിനക്ക് പൈസ വരുന്നത്, അവരാണ് നമ്മുടെ സ്പോൺസർ, അങ്ങോട്ട് ചെല്ലാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവനും വലിയ കാര്യത്തില് എന്റെ പൈസ എവിടെ എന്ന് ചോദിച്ച് ഇവളുടെ അടുത്തോട്ട് വരുന്നു. പക്ഷെ അവളുടെ ഫീസ് കണ്ട് ഇവൻ ഭയങ്കരമായിട്ട് ഞെട്ടുന്നു. കാരണം ഇവര് ഇതിനു മുന്നേ തന്നെ അറിയാവുന്നവരാണ്. 6 വർഷം മുന്നേ ഒരു നൈറ്റ് ഇവര് ഒരുമിച്ചാണ് സ്പെൻഡ് ചെയ്തത്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ ഒരു രാത്രി ഒരുമിച്ച് ചിലവിട്ട ശേഷം ഇന്നാണ് അവര് വീണ്ടും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവളെ കണ്ട് ഇവൻ നല്ലതുപോലെ തന്നെ ഷോക്ക് ആവുന്നു. പക്ഷെ നമ്മുടെ ബോയാനാണെങ്കിൽ വളരെ കൂളായിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടില് ഹായ് യൂച്ചൻ, നമ്മൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് എന്ന് ചോദിച്ച് ഇവനിക്ക് കൈ കൊടുക്കുന്നു. അപ്പൊ അവനാണെങ്കിൽ ദേഷ്യം വന്ന് ഇവളുടെ അടുത്തേക്ക് ചെന്ന് 6 വർഷം മുന്നേ ഉള്ള ഒരു രാത്രി നീ എന്നോടൊപ്പം ചെലവിട്ടിട്ട് അന്ന് അപ്രത്യക്ഷമായി പോയതാണ്, ഇപ്പൊ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോ ഇവള് ഒരു 10 മില്യൺ എടുത്തു കൊടുത്തിട്ട് എനിക്കൊരു കോൺട്രാക്ട് ഹസ്ബൻഡിനെ വേണം, ഒരു 3 മാസത്തേക്ക് നീ എന്റെ ഹസ്ബൻഡ് ആവണം, ഈ ഒരു എമൗണ്ട് അതിനുള്ള പ്രത്യുപകാരമായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറയുമ്പോ ഇവൻ പഴയ ആ കണക്ക് തന്നെ ഇന്ന് വരെ സെറ്റിൽ ചെയ്തിട്ടില്ല. അപ്പോഴാണോ നീ പുതിയ കാര്യങ്ങളായിട്ട് വരുന്നത്, പൈസ കൊടുത്ത് എന്ത് വാങ്ങാനാണോ നിന്റെ വിചാരം എന്ന് ചോദിച്ചിട്ട് അവനത് സ്വീകരിക്കാതെ അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുന്നു. ഇവളാണെങ്കിൽ അന്ന് ആ ഒരു രാത്രിക്ക് ശേഷം ഇവനോട് ഒന്നും പറയാതെ ഇവന്റെ ലൈഫിൽ നിന്ന് പോയതാണ്. അതുകൊണ്ട് തന്നെ ഇവനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം ഇവന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇവളാണെങ്കിൽ അവനോട് നിന്റെ അമ്മയുടെ ചികിത്സയ്ക്കൊക്കെ ഒരുപാട് പൈസ ആവശ്യമില്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവനൊക്കെയാണെങ്കിൽ അത് കേട്ട് നല്ല ദേഷ്യം വരുന്നു. ഓ, നീ എന്നെ കുറിച്ച് എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണോ വന്നത്, അപ്പൊ ഇന്ന് നടന്ന മാച്ച് അറേഞ്ച് ചെയ്തത് നീ തന്നെ ആയിരുന്നല്ലേ, എത്ര ധൈര്യം ഉണ്ടെങ്കിലും നീ ഇത് ചെയ്യൂടി എന്ന് ചോദിച്ച് ഇവളോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ ഇവളാണെങ്കിൽ നിന്റെ ഈ കാട്ടിക്കൂടലേക്ക് കണ്ട് ഞാൻ പേടിക്കുന്നു വിചാരിക്കണ്ട എന്ന് പറയുമ്പോ ഇവൻ ഓ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ നീ പേടിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അവനെ വല്ല അടുത്തേക്ക് കിസ് ചെയ്യുന്ന പോലെ വരുന്നു. അപ്പൊ ഇവളാണെങ്കിൽ അപ്പൊ നിനക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടല്ലേ, ശരി നടക്കട്ടെ എന്ന് പറയുമ്പോ ഇവനാണെങ്കിൽ എഴുന്നേറ്റ് മാറുന്നു. നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് അവളോട് ചോദിക്കുന്നു. പക്ഷെ എന്നെ നീ നിന്റെ വലയിൽ വീഴ്ത്താൻ നോക്കണ്ട, എനിക്കതിന് ഒരു താല്പര്യമില്ല, നിന്റെ പ്രതീക്ഷ അവസാനിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവളുടെ കയ്യിലാണെങ്കിൽ യൂച്ചന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇവള് പൈസ കൊണ്ട് നിന്നെ പോലെ ഒരുത്തനെ ഈസി ആയിട്ട് എന്തായാലും വിലക്കെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ ജയിക്കാൻ വിടാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അതിനുശേഷം യൂച്ചനാണെങ്കിൽ ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാണ്. വീടല്ല ഒരു ബോട്ടിലാണ് അവൻ താമസിക്കുന്നത്, സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അവനാണെങ്കിൽ മീൻപിടുത്തമൊക്കെ നടത്തിയാണ് ഇപ്പൊ ജീവിക്കുന്നത്. മാച്ച് എന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവനാണെങ്കിൽ ഈ പ്രേമവും കല്യാണവും ഒക്കെ എല്ലാം കൂടി എപ്പോഴും എന്റെ തലയിലോട്ട് തന്നെ എന്തിനാ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പിറുപിറുത്തോണ്ട് നിൽക്കാണ്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ബൂയാനാണെങ്കിൽ ഇവനെ തിരക്കി ഇവനുള്ള ആ സ്ഥലത്തോട്ട് വരുന്നു. അവള് അവനെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇവള് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ യൂച്ചനും കാണുന്നു. പെട്ടെന്ന് അവന്റെ ഇവളുടെ അടുത്തേക്ക് വന്ന് നീ ആള് കൊള്ളാലോ, എവിടെയും കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവളാണെങ്കിൽ ഇവനോട് സംസാരിക്കാനായിട്ട് വരുമ്പോഴേക്കും ഇവളുടെ കുട്ടികള് അമ്മയെന്ന് വിളിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. ഇവൾക്ക് 2 ഇരട്ട കുട്ടികളാണ്. ആ പെൺകുട്ടിയുടെ പേര് ഷെങ് എന്നാണ്, പയ്യന്റെ പേര് ഷിയാങ് എന്നാണ്. അപ്പൊ ഇവളാണെങ്കിൽ കുട്ടികളോട് ഞാൻ നിങ്ങളോട് കാറിരുന്നാ മതി എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇറങ്ങി വന്നത് എന്ന് ചോദിക്കുമ്പോ ഷിയാങ് അമ്മ ഇവൾക്ക് കാറിയിരിക്കാൻ പേടിയാന്ന് പറഞ്ഞു, അമ്മ ഏതെങ്കിലും റൗഡികളെ ഉപദ്രവിച്ചാലോ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടി വന്നതെന്ന് പറയുന്നു. അപ്പോ അത് കേട്ട് യൂച്ചൻ ഇവൾക്ക് കുട്ടികളുള്ള കാര്യം അവനിപ്പോഴാണ് അറിയുന്നത്. എന്നിട്ട് അവൻ ആ കുട്ടികളോട് ഈ റൗഡി പയ്യൻ നിന്റെ അമ്മയെ മാത്രം ഒന്നും ചെയ്യില്ല, പക്ഷെ നിങ്ങളെ രണ്ടിടത്തിന് ഞാൻ അടുത്ത് കടലിൽ എറിഞ്ഞ് മീനിന്റെ തീറ്റയായിട്ട് ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ് ആ കുട്ടികളെ പേടിപ്പിക്കുന്നു. എന്നിട്ട് ഇവളോട് അല്ല ഈ രണ്ടെണ്ണമുള്ള കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവർക്കൊരു അച്ഛനെ വേണം, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്, ഉടനെ തന്നെ നീ ഇവരുടെ അച്ഛനാവും എന്ന് പറയുമ്പോ ഇവൻ അതിനിത് എന്റെ കുട്ടികളൊന്നും അല്ലല്ലോ, നീ 10 മില്യൺ തന്ന് എന്നെ പോലെ എടുത്തനാണോ ഇവരുടെ അച്ഛനാക്കുന്നത്, അതിന് മാത്രം യോഗ്യതയൊക്കെ എനിക്കുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ സൈൻ ചെയ്, 3 മാസത്തേക്ക്
വെറും 3 മാസത്തേക്ക് മാത്രം. 3 മാസം കൊണ്ട് നീ എന്റെ ഫാമിലിക്ക് ഒരു അവകാശം കൂടി തരേണ്ടി വരും. അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും 2 വഴിക്ക് പോവാം. പിന്നീട് ഞാൻ എന്നെ ഒരിക്കലും ശല്യം ചെയ്യാനായിട്ട് വരില്ല. എന്താ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ പുതിയൊരു അവകാശിയോ? അപ്പൊ നിനക്കുള്ള ഈ 2 എണ്ണം നിനക്ക് എന്താ കുട്ടികൾ ഉണ്ടാക്കുന്നത് ഹോബിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് ഞാൻ നിന്നോട് ചോദിച്ചത് നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവളാണെങ്കിൽ വീണ്ടും നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക്. ഇല്ലീഗൽ ആയിട്ടുള്ള മാച്ച് ഒക്കെ വളരെ ഡേഞ്ചർ ആണ്. അവിടെ കിടന്ന് മരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ ദേഷ്യം വന്ന് അവളെ തൂക്കിയെടുത്തു നിന്ന് കാറിലാക്കിയിട്ട് ഇതായിരിക്കണം നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച, ഇനി നീ എന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് പോന്നു. അപ്പൊ ഈ കുട്ടികളാണെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റൂ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല അക്ക എനിക്കൊന്നും പറ്റിയില്ല, ഞങ്ങൾ ജസ്റ്റ് ഒരു ഗെയിം കളിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോ ഷിയ പക്ഷെ അയാള് കളിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ തോന്നിയത്. പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് ഇവൾക്ക് കൊടുക്കുന്നു. അങ്ങനെ അവളും അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ അതൊരു അഡ്വർടൈസ്മെന്റ് പേപ്പർ ആണ്. അതായത് നമ്മുടെ യൂച്ചൻ വിവാഹം കഴിക്കാനായിട്ട് ഒരു പെണ്ണിനെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ ഡീറ്റെയിൽസ് ഇതെവിടെ നിന്ന് കിട്ടിയതാണ് എന്നവള് ചോദിക്കുമ്പോ അവൻ എനിക്കിവിടെ തറയിൽ കിടന്ന് കിട്ടിയതാണെന്ന് പറയുന്നു. അപ്പൊ ഇവളാണെങ്കിൽ അത് വായിച്ചിട്ട് ഓ വൈഫിനെ തപ്പി നടന്നിട്ടാണോ അങ്ങോട്ടൊരു വൈഫ് 2 കുട്ടികളും വന്നിട്ട് നീ വേണ്ടാന്ന് പറഞ്ഞ് ഡിമാൻഡ് ഇടുന്നത്? 2 കുട്ടികളുടെ അമ്മ ആയതുകൊണ്ടാണ് നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ മടി, എങ്കിലും ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇവളൊരു മൈക്ക് എടുത്ത് ആ ഒരു ആഡ് വായിക്കാനായിട്ട് തുടങ്ങുന്നു. അവൾ ആ ഒരു പരസ്യം കണ്ടിട്ടാണ് ഇവിടെ വന്നത്. യൂച്ചന്റെ ഭാവി വധു ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നു. അപ്പൊ അത് കേട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ഓടിക്കൊടുന്നു. ഇവളാണെങ്കിൽ ഇങ്ങനെ വിളിച്ചു പോകുന്നത് കേട്ട് യൂച്ചന് നല്ല ദേഷ്യം വന്ന് ഇവളുടെ അടുത്തേക്ക് വന്ന് ആ ഒരു മൈക്ക് വാങ്ങിയിട്ട് നീ ഇതിനു വേണ്ടി എത്ര ദൂരം വേണമെങ്കിലും പോകും, നിന്നോട് ഞാൻ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞതല്ലേ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് പറഞ്ഞ് അലർന്നു. അപ്പൊ ഇവന്റെ ആന്റി ആയിട്ടുള്ള ഒരു സ്ത്രീ എന്തൊക്കെ ഈ പെണ്ണ് വിളിച്ചു പോകുന്നത്, നീ കല്യാണം കഴിക്കാനായിട്ട് പരസ്യം കൊടുത്തോ, നീയും വെള്ളിയും കുഞ്ഞിലെ മുതലേ കൂട്ടുകാരല്ലേ, നീ അവളെ കല്യാണം കഴിക്കുന്ന ഞങ്ങളൊക്കെ വിചാരിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ആ വെള്ളി എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ ഇവനും അവരോട് പരസ്യം കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ വെള്ളി കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അവള് അങ്ങോട്ടേക്ക് വന്ന് ഈ പെൺകുട്ടിയാണോ യൂഷൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ആന്റി ആണെങ്കിൽ മോളെ നീ കറക്റ്റ് സമയത്താ വന്നത്, ഇതുവരെ ഇവന് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് നടന്നത്, ഇപ്പൊ ഇവൻ തീരുമാനം മാറ്റിയത് അവന്റെ അമ്മയ്ക്ക് വേണ്ടി ആയിരിക്കണം, നിന്റെ സ്ഥാനം തട്ടിയെടുക്കാനായിട്ട് പുറത്തുനിന്ന് ഒരു ആളുകൾ ഇപ്പൊ എത്തിയിട്ടുണ്ട് മോളെ എന്ന് പറയുന്നു. സത്യത്തില് ഇവളാണെങ്കിൽ അവളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഇവന്റെ പുറകെ തന്നെയാണ്. പക്ഷെ യൂച്ചനാണെങ്കിൽ അവളോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ബൂയാനാണെങ്കിൽ വെള്ളിയോട് ഓ അപ്പൊ എന്റെ എതിരാളി നീ ആണല്ലേ എന്ന് ഇവളോട് ചോദിക്കുന്നു. അപ്പൊ ആന്റി ആണെങ്കിൽ അതെങ്ങനെയാ 2 കുട്ടികളുടെ അമ്മയായ നീ ഇവൾക്ക് എതിരാവുന്നത്? യൂച്ചനെ കല്യാണം കഴിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളവള് ഇവള് തന്നെയാണ്, നീ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് പോടി എന്ന് പറഞ്ഞ് എല്ലാവരും ഇവൾക്ക് എതിരാവുന്നു. അപ്പൊ ഇവനാണെങ്കിൽ എല്ലാവരോടും ഉണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ബൂയാനോട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതൊരിക്കലും നിന്നെ ആയിരിക്കില്ല, നീ 10 അല്ല 100 മില്യൺ തരാന്ന് പറഞ്ഞാലും ഈ തന്തയില്ലാത്ത കുറ്റങ്ങളിൽ അച്ഛനാവാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് ഇവൾക്ക് നല്ല ദേഷ്യം വന്ന് അവൾ പിന്നെ തല്ലുന്നു. എന്നിട്ട് അവനോട് എന്റെ കുട്ടികൾക്ക് അവർക്കൊരു പേരുണ്ട്, മേലാലിങ്ങനെ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവള് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നു. എന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഇവള് വണ്ടി നിർത്തി ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കുന്നു. അതായത് ഇവളുടെ മകനിക്ക് ക്യാൻസർ പോലത്തെ ഒരു രോഗം പിടിപെട്ടിരിക്കുകയാണ്, അതിപ്പോ ഡേഞ്ചർ അവസ്ഥയിലാണ് ഉള്ളത്. അതിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവൾക്ക് ഇനി ജനിക്കുന്ന കുഞ്ഞിന്റെ ബോൺ മാരോ വെച്ച് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് സത്യത്തില് ഇവൾക്ക് ഈ ഒരു കുട്ടിയുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് സഹായം ചോദിച്ച് യൂച്ചന്റെ അടുത്ത് എത്തിയതും. അതാണെങ്കിൽ ഇപ്പൊ നടക്കാത്തൊരവസ്ഥയിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇവള് ഭയങ്കരമായിട്ട് അതോർത്ത് ഫീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടികളാണെങ്കിൽ ഇവള് വിഷമിക്കുന്നത് കണ്ട് അമ്മ എന്തിനാ വിഷമിക്കുന്നത്, എന്ത് വന്നാലും അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞങ്ങളില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവളും അത് ശരിയാണല്ലോ, ഞാൻ എന്തിനാ വിഷമിക്കുന്നത്, എന്നോടൊപ്പം നിങ്ങളില്ലേ എന്ന് ചോദിച്ച് അവരെ ഹാപ്പി ആക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഷിയാങ്ങിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനായിട്ട് തുടങ്ങുന്നു. സോ ഇപ്പോ കുട്ടിയും കൊണ്ട് അവള് ഹോസ്പിറ്റലിലാണ്. എന്നാൽ അതേ സ്ഥലത്ത് വെച്ച് ഇവള് യൂച്ചനെ കാണുന്നു. അവന്റെ അമ്മയും ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. ഇവളാണെങ്കിൽ അവന്റെ പുറകെ തന്നെ ചെന്ന് അവന്റെ അമ്മയെ കാണാനായിട്ടാണ് അവനോട് എത്തിയേക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അമ്മയാണെങ്കിൽ അവനോട് നീ എന്നും എന്റെ കാര്യം മാത്രം നോക്കി നടക്കാനാണോ ഉദ്ദേശം, ഇത്ര വയസ്സായെന്ന വിചാരം, എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടത് വിവാഹം കഴിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇവള് അത് കേട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കുന്നു. എങ്കിലും അവൾക്ക് പിന്തിരിഞ്ഞു പോവാൻ സമയമല്ല, ഓൾറെഡി തന്നെ ഷിയാങ് ഡേഞ്ചർ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇവൾ നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് വളരെ പരിചയമുള്ള രീതിയിൽ ഇവനോട് കൊഞ്ചി സംസാരിക്കാനും തുടങ്ങുന്നു. അപ്പൊ അവന്റെ അമ്മയാണെങ്കിൽ അത് കണ്ട് ഏതാണോ ഈ പെൺകുട്ടി എന്ന് ഭയങ്കര അതിശയത്തിൽ ചോദിക്കുന്നു. അപ്പൊ ഇവൾ അവരോട് ഞാൻ യൂച്ചന്റെ ഫ്രണ്ട് ആണമ്മേ, ഞാൻ നിങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. അപ്പൊ ഇവനാണെങ്കിൽ ഇവൾ ഇവിടെ കണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത് എന്ന് പറയുമ്പോ പോയാൻ യൂച്ചൻ അന്തനായിട്ട് നീ എന്നെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ട്രീറ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവനാണെങ്കിൽ നീ എന്തൊക്കെ പറയുന്നത്, ഏത് നൈറ്റ് എന്ന് ചോദിക്കുമ്പോ ഇവള് ഓർമ്മയില്ലേ അന്ന് കാറില് എന്നൊക്കെ ഇങ്ങനെ പറയാൻ വരുമ്പോഴേക്കും ഇവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നത് ആപ്പിൾ എടുത്ത് ഇവളുടെ വായിൽ കയറ്റുന്നു. എന്നിട്ട് അമ്മയോട്
അമ്മ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോന്നു. അവന്റെ അമ്മയ്ക്കാണെങ്കിൽ ഇവളെ നല്ലോണം തന്നെ ബോധിച്ചു. അപ്പൊ ഇവനാണെങ്കിൽ ഇവളെ വിളിച്ചോണ്ട് വന്ന് നീ എന്തൊക്കെ കാണിക്കുന്നത്, നിന്നോടാണ് എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞത്, അമ്മയുടെ മുന്നിൽ വെച്ച് എന്തൊക്കെയാ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് അമ്മയുടെ ആഗ്രഹമല്ലേ ഞാനും പറഞ്ഞോളൂ, നീ എന്തുദ്ദേശിച്ച കല്യാണം കഴിക്കാൻ നടക്കുന്നത്, ഏത് വേണ്ട തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നത്, ഇതുവരെ ഡേറ്റ് ചെയ്തിട്ടില്ല, കയ്യില് പൈസ ഇല്ല, വീടില്ല, കല്യാണം കഴിച്ചിട്ട് ആ ബോട്ടിൽ താമസിക്കാനാണ് നീ വിചാരിക്കുന്നത്, നിനക്ക് നിന്റെ അമ്മയോട് ഒരു കടപ്പാടും ഇല്ലേ, എത്രയും പെട്ടെന്ന് അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക, അതുകൊണ്ട് തന്നെ നിനക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ തന്നെയാണെന്ന് പറയുന്നു. ഇവളാണെങ്കിൽ അവനോട് ഒരുപാട് ക്ലോസ് ആയിട്ട് നിന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ അവന്റെ ഫോൺ എടുത്ത് ഇവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് ഇതാണ് എന്റെ നമ്പർ, 2 മണിക്കൂർ സമയം തരാം, നിന്റെ തീരുമാനം എന്തായാലും എന്നെ വിളിച്ച് അറിയിക്കേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവളിപ്പോ മോനോടൊപ്പം റൂമിൽ നിൽക്കാണ്. അപ്പോഴേക്കും ഇവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള മിങ് അങ്ങോട്ടേക്ക് വന്ന് എന്തായി യൂച്ചൻ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല, അവനിപ്പോഴും എതിർപ്പ് തന്നെയാണ് പറയുന്നതെന്ന് പറയുന്നു. അപ്പൊ മിങ് ആണെങ്കിൽ എങ്കിൽ പിന്നെ നിനക്ക് ആ സത്യം തുറന്ന് പറയായിരുന്നില്ലേ, അവന്റെ തന്നെ കുട്ടികളാണ് ഇതെന്ന് അറിയുമ്പോ സ്വന്തം കുട്ടി മരിക്കുന്നത് അവൻ നോക്കിക്കൊണ്ട് നിൽക്കോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ബോയാനാണെങ്കിലും ഇങ്ങനോട് അവൻ ബോക്സിംഗ് എന്ന് സസ്പെൻഷൻ കിട്ടിയ വ്യക്തിയാണ്, ഇപ്പോ ഇല്ലീഗലായിട്ട് അണ്ടർഗ്രൗണ്ട് ബോക്സിംഗ് മാത്രമാണ് ചെയ്യുന്നത്, ഫുൾ സമയം അവൻ ആ ഗ്രാമത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുക, സ്വയം അവനൊരു ഗാങ്സ്റ്റർ ആണെന്ന് പറഞ്ഞാ നടക്കുന്നത്, അങ്ങനെയുള്ള ഒരുത്തനാണ് എന്റെ കുട്ടികളുടെ അച്ഛനെന്ന് ഞാനൊരിക്കലും ഇവരെ അറിയിക്കില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇവള് എനിക്ക് പുറത്തു വരെ ഒന്ന് പോകണം, അതുവരെ ഇവനെ ഒന്ന് നോക്കും, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോന്നു. എന്നാൽ അപ്പോഴേക്കും വെല്ലി ബോയാണ് അവിടെ വെച്ച് കാണുന്നു. അവള് വിചാരിക്കുന്നത് യൂച്ചനെ കാണാനായിട്ടാണ് ഇവളിപ്പോ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ബോയാനോട് ചെന്ന് നീ എന്തിനാ യൂച്ചന്റെ പുറകെ നടക്കുന്നത്, അവൻ ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ അവന്റെ ലൈഫ് വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോ ബോയാനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ വീണ്ടും ഇവള് നിന്നെ പോലെ തന്നയില്ലാത്ത കൊച്ചുങ്ങളെ കൊണ്ട് നടക്കുന്ന ഒരുത്തി സ്വീകരിക്കേണ്ട ഗതികളൊന്നും യൂച്ചനില്ല എന്ന് പറയുമ്പോ ബോയാണ് ദേഷ്യമെന്ന് അവളെ വെള്ളിയോട് വന്ന് നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞതാണ് എന്റെ കുട്ടികൾക്ക് ഒരു പേരുണ്ടെന്ന്. അപ്പൊ ഇവള് എനിക്കറിയാം നിന്റെ കുട്ടികൾക്ക് പേരുണ്ടെന്ന്, പക്ഷെ ID കാർഡില് അവരുടെ അച്ഛന്റെ പേരായിരിക്കും ഇല്ലാത്തത്, അത് ആരാണെന്ന് അറിഞ്ഞാലല്ലേ എഴുതി ചേർക്കാൻ പറ്റൂ എന്ന് പറയുമ്പോ അത് കേട്ട് ബൂയാൻ അവളെ തല്ലാനായിട്ട് വരുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് യൂച്ചൻ ബൂയാനെ വന്ന് തടയുന്നു. അപ്പൊ വെള്ളിയാണെങ്കില് കണ്ടില്ലേ യൂച്ചൻ നിന്നെ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല, അവൻ എനിക്കാണ് സപ്പോർട്ട് നിൽക്കുന്നത് എന്ന് പറയുമ്പോ യൂച്ചൻ ബൂയാനോട് നീ നേരത്തെ പറഞ്ഞ കല്യാണ ആലോചന ഇപ്പോഴും നിലവിലുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഇവൾ ഒന്ന് ഞെട്ടുന്നു. അപ്പൊ ബോയാനും തീർച്ചയായും എന്ന് പറയുമ്പോ അവനാണെങ്കിൽ ഇവളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഇവളാണെങ്കിൽ വീണ്ടും യൂച്ചൻ നീ അല്ലേ പറഞ്ഞത് ആ തന്തയില്ലാത്ത പിള്ളേർക്ക് ഒരിക്കലും അച്ഛനാവില്ലെന്ന്, നിനക്കുള്ള വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോ ഇവള് വീണ്ടും കുട്ടികളെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ബുയാൻ തിരിച്ചു വന്ന് നല്ല തുറണം അവൾക്ക് പൊട്ടിക്കുന്നു. എന്നിട്ട് അവളോട് നമ്മളെ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഈ അടി നീ ഓർത്തിരിക്കും, അതുകൊണ്ട് തന്നെ നിനക്ക് എന്റെ കുട്ടികളെ റെസ്പെക്ട് ചെയ്യാൻ സാധിക്കും, ഇനി മേലാ നിന്റെ വായിന്ന് എന്റെ കുട്ടികളെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും കേട്ടാല് ബാക്കി അപ്പൊ തരാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവനാണെങ്കിൽ ഇവളെയും കൂട്ടി അവന്റെ ബോർഡിലേക്ക് വരുന്നു. എന്നിട്ട് അവളോട് പെട്ടെന്ന് റെഡിയാവും, നമുക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവാമെന്ന് പറയുന്നു. അപ്പൊ ഇവള് രജിസ്ട്രേഷനോ, അതെ നിനക്കല്ലേ എന്നെ കല്യാണം കഴിച്ചോളാൻ വയ്യാത്തത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഇങ്ങ് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നു. അവൾ എങ്ങനെയാണ് പറഞ്ഞത്, എന്ത് വന്നാലും നീ അവനെ കല്യാണം കഴിക്കാൻ മാത്രം ചെയ്തേക്കല്ല, അവസാനം അവൻ നിനക്ക് ഡിവോഴ്സ് തന്നില്ലെങ്കിൽ നീ കുടുങ്ങും, അതുകൊണ്ട് തന്നെ ആ പരിപാടിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ അവനോട് രജിസ്ട്രേഷനൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല, ഇത് 3 മാസത്തേക്കല്ലേ, ജസ്റ്റ് ഒരു കോൺട്രാക്ട് മാരേജ് ആയിട്ട് കണ്ടാൽ മതി എന്ന് പറയുമ്പോ ഇവൻ നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവസാനം ഞാൻ ജയിലിൽ പോകേണ്ടി വരും, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല, എങ്കിൽ പിന്നെ നീ നിന്റെ ID കാർഡ് ഇങ്ങ് തന്നേക്ക്, ഒരു ബലത്തിന് അതെങ്കിലും ഇരിക്കട്ടെ എന്ന് പറയുമ്പോ ഇവള് അത് അവനിക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇവര് രണ്ടുപേരും റെഡിയാക്കിയിട്ടുള്ള കരാറ് പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും 3 മാസത്തേക്ക് അവൻ ഇവളുടെ ഹസ്ബൻഡായിട്ടും ഇവള് അവന്റെ വൈഫായിട്ടും അതേപോലെ തന്നെ ഇവന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ച് സൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അവര് മാരേജ് രജിസ്റ്റർ ചെയ്തില്ല എങ്കിലും ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോയും എടുക്കുന്നു. അതിനുശേഷം ഇവള് ആ ഒരു യൂച്ചന്റെ ഗ്രാമത്തിൽ തന്നെ ഒരു വീടും സ്ഥലവും ഒക്കെ വാങ്ങുന്നു. എന്നിട്ട് ഇപ്പോ അവിടേക്ക് താമസം മാറുന്നു. അപ്പോ ഇവളെ കണ്ട അവിടുത്തെ നാട്ടുകാരൊക്കെ ഈ പെൺകുട്ടി എന്ത് സുന്ദരിയ, ഇത് നമ്മുടെ യൂച്ചൻ ഡേറ്റ് ചെയ്യുന്ന പെൺകുട്ടിയല്ലേ എന്നൊക്കെ പിറുവിറുക്കുന്നു. അങ്ങനെ ഇവളും ആ ഒരു വീട്ടിലേക്ക് വന്ന് അവരുടെ വിവാഹ ഫോട്ടോയൊക്കെ അവിടെ തൂക്കിയിട്ടതിന് ശേഷം യൂച്ചനെ വിളിച്ച് ഞാൻ നിനക്ക് വേണ്ടി ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാനായിട്ട് പറയുന്നു. അവനാണെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞ പോലും ഇല്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവനും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവന്റെ ആന്റിയും വെള്ളിയൊക്കെ ചേർന്ന് അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവള് യൂച്ചന്റെ അമ്മയെ ചികിത്സിക്കാൻ വെച്ച പൈസ എടുത്താണ് ഈ ആർഭാരായ വീടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. യൂച്ചനെ കൊണ്ട് അവന്റെ അമ്മയെ ഉപേക്ഷിപ്പിക്കാനായിരിക്കും ഇവളുടെ പ്ലാൻ, അതിനു വേണ്ടിയിട്ടായിരിക്കും ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവര് ഭയങ്കരമായിട്ട് സീനാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ബോയാൻ ഞാനിത് എന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച വീടാണ്, അതിൽ ഞാൻ ആരോടാണ് കണക്ക് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇവര് നിന്റെ പൈസയോ, നീ പറഞ്ഞത് ആര് വിശ്വസിക്കൂടെ, ഈ വീടിന് എന്തായാലും 10 ലക്ഷം രൂപയെങ്കിലും ആയി കാണും, നീ തീർച്ചയായും യൂച്ചന്റെ അമ്മയുടെ ചികിത്സയ്ക്കുള്ള പൈസ എടുത്തായിരിക്കും ഇത് ചെയ്തത് എന്ന് പറയുമ്പോ എല്ലാവരും ഇവളെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുന്നു. അപ്പൊ യൂച്ചനാണെങ്കിൽ അത് കേട്ടുകൊണ്ട് വന്ന് അവള് പറഞ്ഞത് ശരിയാണ് ആന്റി, ഇത് ഇവളുടെ പൈസക്ക് തന്നെ വാങ്ങിച്ച വീടാണ് എന്ന് പറയുമ്പോ അവര് അതിനു വേണ്ടി ഇവൾക്ക് ഇവിടുന്ന പൈസ എന്ന് ചോദിക്കുമ്പോ വെൻലി അതെ അതെ, ഒരു ജോലി പോലും ഇല്ലാതെ ഒരു കാറ്, ഇപ്പൊ വീട്, പിന്നെ 2 കുട്ടികളെയൊക്കെ വളർത്തണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി കാണും അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അത് കേട്ട് അവിടെ ഉള്ളവരും അതേപോലെ തന്നെ ഈ ആന്റിയൊക്കെ ഓ അപ്പൊ നീ ആരെങ്കിലും കൂടെ കിടന്നിട്ടായിരിക്കുമല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോ യൂച്ചൻ ആന്റി നിങ്ങൾ തെളിവില്ലാതെ ആരെയും കുറ്റക്കാരിയാക്കി സംസാരിക്കരുത്, പിന്നെ ഒരു കാര്യം ഭൂയാനും ഞാനും വിവാഹിതരായിരിക്കാണ് എന്നും പറയുന്നു. എന്നിട്ട് എല്ലാവരോടും ഇന്ന് മുതൽ ഇവള് ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്റെ വൈഫായിട്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഡെയിലി കാണേണ്ടി വരും, സോ ഇവളോട് മാന്യമായിട്ട് പെരുമാറണം എന്നും പറഞ്ഞ് അവരോടൊക്കെ അവിടെ നിന്ന് പോവാനായിട്ട് പറഞ്ഞ് അവൻ ഇവൾക്ക് സപ്പോർട്ട് നിൽക്കുന്നു. അങ്ങനെ അവര് പോവാൻ തുടങ്ങുമ്പോ ഭൂയാൻ അവരോട് എല്ലാരോടും നിന്നേ, എനിക്ക് എന്റെ കാര്യങ്ങളെ കൂടി ക്ലിയർ ആക്കണ്ടേ, എന്റെ പേര് ഭൂയാൻ, ഞാനൊരു കമ്പനി നടത്തുന്നു, ഒപ്പം എനിക്കൊരു ജോലിയുണ്ട്, എന്റെ അമ്മായിയമ്മ ഒരു സുഖമില്ലാത്ത പേഷ്യന്റ് ആണ്, എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് തന്നെ അവർ ആശുപത്രി വിട്ട് ആ ഒരു ബോട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അത് അവർക്ക് അത്ര നല്ല സേഫ് ആയിട്ടുള്ള കാര്യമല്ല, പരിക്ക് പറ്റാനുള്ള സാധ്യതയൊക്കെ ഒരുപാടുണ്ട്, രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് മനസമാധാനമായിട്ട് ജീവിക്കാൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വീട് ആവശ്യമാണ്, അതിനും കൂടി വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീട് വാങ്ങിയത് എന്ന് പറയുമ്പോൾ എല്ലാവരും അവളുടെ ആ ഒരു തീരുമാനം ശരിയാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. അവൾ അങ്ങനെ പറഞ്ഞത് കേട്ട് ഇവൻ ഷോക്കാവുന്നു, അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഇവള് എല്ലാവർക്കും എന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാല് ഞാൻ കൈ കിട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കണ്ട, പോലീസിനെ വിളിക്കും, ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ അവരൊക്കെ പേടിച്ച് അയ്യോ നമ്മളൊന്നിനുമില്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവന്റെ ആന്റിയും വെല്ലിയും അതൊന്നും ഇഷ്ടപ്പെടാതെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് വളരെ ദേഷ്യപ്പെട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ഇവൾ അകത്ത് വന്ന് അവരാണെങ്കിൽ ഇവളെ നേരത്തെ ഉപദ്രവിക്കാനും ശ്രമിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിലൊക്കെ പരിക്കുണ്ട്. സോ അവളെ മരുന്ന് വെക്കാനായിട്ട് തുടങ്ങുമ്പോ യൂച്ചൻ അങ്ങോട്ടേക്ക് വന്ന് അത് വാങ്ങി അവൻ തന്നെ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് അവളോട് ഈ വീട് എനിക്കാണെന്ന് പറഞ്ഞതില് താങ്ക്സ്, പക്ഷെ ഞാൻ എന്തായാലും അതിലൊരു ദിവസം ഈ പൈസയൊക്കെ തിരിച്ചു തരും എന്ന് പറയുമ്പോ ഇവള് ഓ അത് ഞാനപ്പോ ആ തർക്കത്തിനിടയ്ക്ക് ചുമ്മാ പറഞ്ഞതാ, എനിക്കൊരു വില കിട്ടാനായിട്ട്, സത്യത്തില് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് വാങ്ങിച്ചതെന്ന് പറയുന്നു. അപ്പൊ അവനാണെങ്കിൽ അത് കേട്ട് ഇവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ മരുന്ന് വെക്കുന്നു. എന്നിട്ട് ഇവൻ അവളോട് അടുത്ത തവണ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ല ഒറ്റയ്ക്ക് പെടുന്ന നിൽക്കണ്ട, എന്തെങ്കിലും സംഭവിച്ചു പോയാലോ നീ എന്നെ അറിയിക്കണം എന്ന് പറയുമ്പോ ഇവള് എനിക്കാരും പേടിയൊന്നുമില്ല, കാരണം ഈ 6 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നിന്നെക്കാൾ നന്നായിട്ട് അറിയാം, നമ്മുടെ ഇതൊരു കോൺട്രാക്ട് മാരേജ് അല്ലേ, അതുകൊണ്ട് തന്നെ നീ എന്നെ അടുത്ത് കൂടുതൽ വിഷമിക്കണ്ട എന്ന് പറയുന്നു. ഇവളെ കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളോട് അവളുടെ വീട്ടുകാരെ അപോഷൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഇവള് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു, അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇവളോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവളുടെ ക്രെഡിറ്റ് അവളുടെ സ്വത്തുക്കളും അവര് കൊടുത്ത എല്ലാ സാധനങ്ങളും അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടാണ് ഇവളെ ഇത്രയും നാളും സ്വന്തമായിട്ട് ജീവിച്ചത്. അപ്പൊ ഇവനാണെങ്കിൽ അവളെ പറഞ്ഞത് കേട്ട് ഓ അത് ശരിയാണല്ലോ, പറയുമ്പോൾ ഞാനങ്ങനെ നിന്റെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് എന്ന് പെറുപെറുത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ അതിനുശേഷം അന്ന് നൈറ്റ് കുട്ടികളാണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് കുളിക്കാൻ വരാതെ കളിച്ചുകൊണ്ട് നിൽക്കാണ്. അപ്പൊ യോച്ചനാണെങ്കിൽ അത് കണ്ടിട്ട് ഈ പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ അമ്മയെ ഡീൽ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അവനും അത് കുറച്ചു നേരം കണ്ട് ആസ്വദിക്കുന്നു. എന്നിട്ട് 6 വർഷം മുന്നെയാണ് ഞാനും ഇവളും കണ്ടുമുട്ടിയത്, ഇപ്പൊ ഈ കുട്ടികൾക്ക് 5 വയസ്സുണ്ട്, ഇനി ഇത് എന്റെ കുട്ടികളെങ്ങാനാവോ എന്ന് ചിന്തിച്ചിട്ട് അതിനൊന്നും ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് അവൻ സ്വയം തല്ലുന്നു. അപ്പൊ ഇവളാണെങ്കിൽ ഇവിടെ കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് കേറുമ്പോ ഷവർ താഴെ വീണ് അവരുടെ ദേഹത്തെല്ലാം വെള്ളമാവുന്നു. അപ്പൊ അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന് നിലവിളിക്കുന്നു. അപ്പൊ ഇവനാണെങ്കിൽ ആ ഒരു ബഹളം കേട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് ആ ഒരു പൈപ്പ് ഓഫ് ആക്കിയിട്ട് ഈ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞുവിട്, പോയി ദിവസം മാറ്റി എന്ന് പറഞ്ഞ് അവരോട് പോകാനായിട്ട് പറയുന്നു. അപ്പൊ ഇവളാണെങ്കിൽ ഓ സഹായിക്കാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ എനിക്ക് തോന്നുന്നത് നീയൊക്കെ മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്നതാണെന്ന്, ഞാൻ എന്താ മനഃപൂർവ്വം ചെയ്തതെന്ന് ഇവള് ചോദിക്കുന്നു. അപ്പൊ അവനൊന്നും മിണ്ടാതെ പോകാനായിട്ട് തുടങ്ങുമ്പോ ഇവള് പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞിട്ട് പോകാനായിട്ട് പറയുന്നു. അപ്പൊ ഇവൻ അവളോട് നീ ദേഹത്ത് ഈ വെള്ളമൊക്കെ ഒഴിച്ച് എന്നെ വശീകരിക്കാൻ നോക്കല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് ശരിയാ, ഞാൻ അതിനു വേണ്ടി തന്നെയാ ചെയ്തത്, നമ്മുടെ കരാറ് പ്രകാരം ആ ഒരു കാര്യമുള്ളതല്ലേ, അതെപ്പോഴാ സാധിച്ചു തരാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ എനിക്ക് വെള്ളത്തിൽ കുളിച്ചു നിൽക്കുന്ന എലികളോട് ഒരു താല്പര്യമില്ല, അടുത്ത തവണ നീ എന്നെ വളയ്ക്കാൻ നോക്കുമ്പോ നല്ലതുപോലെ വൃത്തിക്ക് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇവളെ തള്ളിക്കളഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവള് നീ പറയുന്നത് അപ്പൊ ഞാൻ എത്ര മോശമാണെന്നാണോ എന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് കിട്ട് ഇവനിപ്പോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവൻ അങ്ങോട്ടേക്ക് വരുമ്പോ ഇവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട് സുന്ദരിയല്ലേ എന്ന് ചോദിക്കുമ്പോ അവനൊന്നും മിണ്ടുന്നില്ല.
നീ ഒന്നും പറയാത്തതിനർത്ഥം കൊള്ളാമെന്നാണോ എന്ന് ചോദിച്ചിട്ട് അവനോട് അവള് റൊമാൻറ്റിക് അവനായിട്ട് തുടങ്ങുന്നു. അപ്പൊ അവനാണെങ്കിൽ അവളെ പിടിച്ച് മാറ്റിയിട്ട് നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോവാണ് എന്ന് പറയുമ്പോ ഇവള് വിടാതെ അവനെ പിടിച്ച് കിസ് ചെയ്യുന്നു. അപ്പൊ ഇവളാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോ ഇവനിക്ക് അന്നത്തെ 6 വർഷം മുന്നേ നടന്ന ആ ഒരു നൈറ്റിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. എങ്കിലും അവൻ അവളെ ഫോഴ്സ് ചെയ്ത് അവളെ പിടിച്ച് മാറ്റിയിട്ട് എനിക്കിത് നൈറ്റ് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പൊ പിറ്റേന്ന് രാവിലെ മിങ്ങാണെങ്കിൽ ഇവരെ ആ ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക് കാണാനായിട്ട് വന്നേക്കാണ്. ഈ സ്ഥലമൊക്കെ അതിമനോഹരമായിട്ടുണ്ട്, നീ കമ്പനി കാര്യങ്ങൾ ഓർത്തൊന്നും വിഷമിക്കണം, ഞാനതൊക്കെ നല്ലോണം തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോ പോവാൻ ഇതിനൊക്കെ ഞാൻ നിന്നോട് എങ്ങനെയാണ് കടപ്പാട് പറയേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പൊ മിങ് ഞാനല്ലാണ്ട് പിന്നെ ആരാ ഇതൊക്കെ ചെയ്യുന്നത്, അവര് എന്റെ കൂടെ കുട്ടികളല്ലേ, അല്ല ഇന്നലെ നിങ്ങൾ തമ്മില് വല്ലതും ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോ ഭുവാൻ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ, ഒന്ന് വിചാരിച്ച പോലെ നടന്നില്ലെന്ന് പറയുന്നു. അപ്പൊ മിങ് നീ വേറെ എന്തെങ്കിലും പ്ലാൻ ഒപ്പിക്കുന്ന നല്ലതെന്ന് അവളോട് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി ഇവളാണെങ്കിൽ അവനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയിരിക്കാണ്. അപ്പൊ അവരങ്ങോട്ടേക്ക് വന്ന് അത് കണ്ട് ഇവൻ റൂമിൽ പോയിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്തോണ്ട് വന്ന് ഇവൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് നമ്മളെ 2 റൂമിൽ കിടക്കുന്നത് തന്നെ നല്ലതെന്ന് പറയുന്നു. അപ്പൊ അവളാണെങ്കിൽ ചാടി കഴിഞ്ഞിട്ട് നീ വന്നോ എന്ന് ചോദിച്ച് അവന്റെ അടുത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ചെന്ന് നിനക്ക് ദാഹിക്കുന്നുണ്ടോ, എന്നാ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇവനിക്കാണെങ്കിൽ ഇവളെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവളോട് എനിക്കൊന്നും വേണ്ട, ഇത് നീ എന്തോ ദുർദ്ദേശം വെച്ച് ചെയ്യുന്നതാ എന്ന് പറഞ്ഞ ഫ്രിഡ്ജ് തുറന്ന് ഇത് നീ കുടിച്ചോ, ദാഹം മാറട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ മറ്റൊരു ഡ്രിങ്ക് എടുത്ത് കുടിക്കുന്നു. പക്ഷെ ഇവളാണെങ്കിൽ ആ വെള്ളം കുടിക്കുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ മകള് അങ്ങോട്ടേക്ക് വന്ന് അമ്മ എനിക്ക് ദാഹിക്കുന്നു, ആ വെള്ളം ഇങ്ങത്താ എന്ന് പറഞ്ഞ് ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വെള്ളം വാങ്ങി കുടിക്കാനായിട്ട് പോകുന്നു. അപ്പൊ ഇവള് പെട്ടെന്ന് ഇത് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് തടയുന്നു. അപ്പൊ ഇവൻ അവളോട് ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഉദ്ദേശം വേറെയാ എന്ന് പറയുമ്പോ ഇവള് പെട്ടെന്ന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് സ്വയം എടുത്തു കുടിക്കുന്നു. എന്നിട്ട് ആ കുട്ടിക്ക് മറ്റൊരു വെള്ളം എടുത്തു കൊടുക്കുന്നു. സത്യത്തില് ഇവള് അവനെ വശീകരിക്കാനായിട്ട് ഓൾറെഡി തന്നെ അതിൽ ഡ്രഗ്സ് ചേർത്തിട്ടുണ്ടായിരുന്നു. അവൾ ആ വെള്ളം മൊത്തവും കുടിച്ചത് കൊണ്ട് തന്നെ അതിനുശേഷം ഇവളാണെങ്കിൽ അവൻ കുലച്ചോട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചെന്ന് അവരെ ശല്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവനാണെങ്കിൽ അത് ഒട്ടും സഹിക്കാതെ വരുമ്പോ അവളെ ബോധമില്ലാണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ അവളെ തൂക്കി വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് നീ കുറച്ചു നേരം ഇവിടെ നിന്ന് ശുദ്ധമായി ശ്വസിക്കാൻ, അപ്പൊ ശരിയാവും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാനായിട്ട്